സുഖത്തിൽ ഇങ്ങനെ ഇരുന്ന് പോവാം. നമ്മുടെ ബസ്സിലൊക്കെ ഇരുന്ന് പോകുന്ന പോലെ ഉണ്ട്. ഞാൻ എത്ര നാൾക്ക് ശേഷം മോളിൽ വരുന്ന അറിയാം. ഞാൻ ദുബായിൽ പോലും എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം. ഇവിടെ വേറൊരു ഇതല്ലേ, എനിക്ക് കൊച്ചിയിലെ സെൻട്രൽ സ്ക്വയർ മോളിൽ പോയ പോലെയൊക്കെ ഫീൽ ചെയ്യാം. പിന്നെ ഭയങ്കര തണുപ്പ്. ഇത് നോക്കിയേ, എന്റെ കാലിന്റെ അടി കംപ്ലീറ്റ് പോയി. ഞാൻ ഇരുന്ന് ഫോട്ടോ എടുത്തപ്പോ എന്റെ ബാക്ക് മൊത്തം പോയി, കാരണം അത്രയും മരവിച്ചേക്കാണ്. എന്റെ കാല് കണ്ടില്ലേ, കാല പൊട്ടിപ്പിടിച്ച് അയ്യോ തണുത്ത് വിറച്ച് ഏറിപ്പോയ ഒരു 1 hour. അതിലേക്കാ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോന്ന് വെച്ചാൽ അറിയില്ല, അത്രയും തണുപ്പാണ്. ഹായ് ഗായ്സ്, മോനിഷാസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് പോവാണ്, നാട്ടിലെ കൊച്ചിയിലെത്തി നിൽക്കുവാണ്. ഇപ്പോൾ ഞാനുള്ളത് റെയിൽവേ സ്റ്റേഷനിലാണ്, നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ. ട്രിവാൻഡ്രത്ത് ഒരു ഷൂട്ടുണ്ട്. ഷൂട്ട് വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. ഓൾറെഡി റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഭയങ്കര ഹറിപ്പറിയായിട്ടാണ് വന്നത്. സോ വേറൊരു പ്രത്യേകത, ഞാൻ ആദ്യമായിട്ട് വന്ദേ ഭാരത് ട്രെയിനിൽ കയറാൻ പോവാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. 7:10 നമ്മുടെ ട്രെയിൻ. സോ നമുക്ക് ബാക്കി വന്ദേ ഭാരത് വിശേഷങ്ങൾ, ഷൂട്ട് വിശേഷങ്ങളെല്ലാം വഴി അറിയാം. സോ വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ ഗായ്സ്, നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ വന്ദേ ഭാരതിൽ കയറി. നല്ലതാണ്, നല്ല സുഖത്തിൽ ഇങ്ങനെ ഇരുന്ന് പോവാം. നമ്മുടെ ബസ്സിലൊക്കെ ഇരുന്ന് പോകുന്ന പോലെ ഉണ്ട്. ഭയങ്കര നോയ്സ് ആണ്. ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നലെ ഞാൻ വന്ദേ ഭാരതിലെ യാത്ര കഴിഞ്ഞ ക്ഷീണം കൊണ്ട് അപ്പോഴേ വന്നുറങ്ങി. മോർണിംഗ് ആയി. സമയം ഇപ്പോൾ 9 മണി. അപ്പൊ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളെന്ന് പറയുമ്പോൾ എന്നെ വെയിറ്റ് ചെയ്തിട്ട് മിഥുൻ ചേട്ടൻ വിളിക്കുന്നുണ്ട്. എന്നെ വെയിറ്റ് ചെയ്തിട്ട് മിഥുൻ ചേട്ടനുണ്ട്. സോ മിഥുൻ ചേട്ടൻ്റെ അടുത്ത് പോയി നമ്മൾ ഷൂട്ടിന് വേണ്ടി. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഞാൻ ഈ കോസ്റ്റ്യൂം ചൂസ് ചെയ്യാൻ കാരണമുണ്ട്. അവിടെ ചെന്നാൽ ഈ കോസ്റ്റ്യൂം നമ്മൾ ചെയ്ത് വേറെ കോസ്റ്റ്യൂം ഇടും. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ അവിടെ ഇട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഷൂട്ടിന്. മിസ്റ്റർ മിഥുൻ ചേട്ടൻ. മിഥുൻ ചേട്ടൻ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? യെസ്, അവിടെയാണ് ഷൂട്ട്. എന്താന്നുള്ളത് ഞാൻ അവിടെ ചെന്ന് കാണിച്ചു തരാം. മിഥുൻ ചേട്ടൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഉപദേശിച്ചു തരുന്നത് മിഥുൻ ചേട്ടനാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെയും. സോ എന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് മിഥുൻ ചേട്ടനാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മിഥുൻ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ എന്താ മിഥുൻ ചേട്ടൻ പറയും? മിഥുൻ ചേട്ടൻ ട്രിവാൻഡ്രംകാരനാണ്. പറയൂ, എന്തെങ്കിലുമൊക്കെ പറ ട്രിവാൻഡ്രത്തെ പറ്റി. ചേട്ടൻ കൊച്ചിയിലെ വർക്ക് ചെയ്യുന്നത്. ഗൗരിയുടെ ഫ്രണ്ടാണ് ചേട്ടൻ. ഗൗരി വഴിയാണ് ഞാൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. അങ്ങനെ എന്റെ സോഷ്യൽ മീഡിയ ഇപ്പോ ഇത്രയും ആക്റ്റീവായി മുന്നോട്ട് പോകാനുള്ള ഒരേ ഒരു റീസൺ മിഥുൻ ചേട്ടനാണ്. അപ്പൊ മിഥുൻ ചേട്ടന്റെ വഴി വന്നൊരു വർക്ക് ചെയ്യാനാണ് ഇപ്പൊ ഞാൻ പോകുന്നത്. മാൾ ഓഫ് ട്രാവൻകൂറിലാണ് പോകുന്നത്. മലബാർ ഡെവലപ്പേഴ്സ്, അതായത് മലബാർ ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ ഉടമസ്ഥതയിലുള്ള ഒരു മാളാണത്. ഓക്കെ. സോ ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ IFFK വന്നിട്ടുണ്ട്. പിന്നെ പത്മനാഭസ്വാമി ടെമ്പിളിൽ അല്ലാതെ വേറെ എവിടെയും വന്നിട്ടില്ല. സോ ഞാനും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്, എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്.
സോ നമ്മൾ എങ്ങോട്ടാ പോകുന്നൊന്നും കൂടി പറയാ ചേട്ടാ. എന്നാ പിന്നെ ചേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞേക്ക് നമ്മൾ എന്തിന്റെ ഷൂട്ടിനാണ്. നമ്മൾ സ്നോ മാനിയ എന്ന് പറയുന്നത് നമുക്ക് സൗത്ത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്നോ പാർക്കിലേക്കാവും. എന്തൊരു എനർജി അല്ലേ. കാരണം എന്താ, അതിന്റെ മാർക്കറ്റിംഗ് ചേട്ടനാണ് അല്ലേ? അതെ അതെ അതെ. അത് എത്ര മാസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇപ്പൊ 2ാമത്തെ മാസത്തിലേക്ക് കിടക്കുന്നതേ ഉള്ളൂ. അതെ. സോ ചേട്ടൻ ഐശ്വര്യമായിട്ട് എന്നെ വെച്ചല്ല തുടങ്ങുന്നത്, എന്നാലും കൂടുതൽ ഐശ്വര്യം വരാൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. സോ ഞങ്ങള് ഒരു 4 minutes അങ്ങോട്ട് എത്തും. സോ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. സോ ഗൈസ്, നമ്മൾ മോളോ ട്രാവൻകൂറിലെത്തിയേക്കുവാണ്. ഞാൻ ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ഇങ്ങനെ ഫസ്റ്റ് ടൈം. സോ ഇവിടെ ഞങ്ങൾ സ്നോമാനിയയിൽ എത്തിയേക്കുവാണ്. ഇപ്പോ ആരും ഉണ്ടാവില്ല, കാരണം ഞങ്ങളൊരു 10 മണിയോട് കൂടിയാണ് എത്തിയത്. ഷൂട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ വന്ന് ചെയ്യാന്ന് വിചാരിച്ചു. സോ ആൾക്കാരൊക്കെ വരുന്ന ടൈം ആവുന്നേ ഉള്ളൂ. ഞാനും മിഥുൻ ചേട്ടനും മാത്രമേ ഉണ്ടാകുള്ളൂ അതിലെന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ അല്ലെ. നമ്മൾ കയറാനായില്ല. ഓക്കെ. സോ ഞങ്ങളുടെ മാനേജറിനെ വെയിറ്റ് ചെയ്യണം. അതാണ് സ്നോമാനിയ. അപ്പൊ ഇത് ഫുഡ് കോർട്ടാണ്. ഈസി ബേ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഈസി ബേയിലോട്ട് പോവാം. സ്കീ ദുബായിൽ ഞാൻ പോയിട്ടുണ്ട്. അതിന്റെ വേറൊരു വേർഷനാണ്, കാരണം ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും 10 ഡിഗ്രിയാണ് സെൽഷ്യസ് ആണ് ഇവിടെ അല്ലേ. -10 ഡിഗ്രി ആണ്. സോ നമ്മൾ എന്തായാലും അതിന്റെ അടുത്ത് ഞാൻ പറഞ്ഞേ, അവിടെ ചെന്ന് നമ്മൾ ഈ ഡ്രസ്സ് മൊത്തം മാറി അവര് തരുന്ന ഡ്രസ്സും മാനേജർ വരുന്നത്. സോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ. സോ ഞങ്ങളിപ്പോൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ആക്ച്വലി ഇൻട്രോ ഒക്കെ എടുത്തിങ്ങനെ നിൽക്കുവാണ്. നമ്മളെ മാനേജർ ഇത് 10 മണിക്കാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത്. സോ അവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും നടത്തുകയാണ്. ഇതാണ് സ്നോമാനിയയുടെ എൻട്രൻസ്. ഇവിടെ കണ്ടോ, സേഫ്റ്റി അല്ല, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, മീൻസ് നല്ല തണുപ്പാവും. സോ നമ്മളിവിടെ കുറേ കോട്ടുണ്ട്, ബൂട്ട് ഉണ്ട്. സോ ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. സോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ചൂസ് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്കാണ് എൻട്രി. വാ നമുക്കൊന്ന് ഫ്രണ്ട് കാണിക്കാം. ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് പോവുക. നമ്മൾ ഈ ജാക്കറ്റ്, എൻ്റെ ഫേവറേറ്റ് കളർ എപ്പോഴും ബ്ലൂ ആൻഡ് ബ്ലാക്ക്. ഞാൻ എവിടെ പോലും ബ്ലൂ ആൻഡ് ബ്ലാക്കാണ് ചൂസ് ചെയ്യാൻ. നമ്മുടെ ഇടുക്കി വ്ളോഗിലും കാണാൻ പറ്റും. ഞങ്ങൾ ഇടുക്കി വ്ളോഗ് എടുത്തില്ല, നമ്മൾ ഇടുക്കിയിൽ പോയപ്പോഴും ബോട്ടിന് വേണ്ടി ഞാൻ ചൂസ് ചെയ്ത കളർ അതാ. ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറുള്ളതാണ്. സോ ഇവിടെ ചൂസ് ചെയ്യേണ്ട എല്ലാം ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ്. സോ ഇത് വഴിയാണ് കേട്ടോ എൻട്രി. ഇതിപ്പോൾ ക്ലോസ് ചെയ്തേക്കുവാണ്. നമുക്ക് എൻട്രിയിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. മിഥുൻ ചേട്ടൻ അവിടെ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങോട്ട് കാണിക്കും. മിഥുൻ ചേട്ടൻ അവിടെ ആരോടൊക്കെയോ ഫ്രണ്ട്സിനോടൊക്കെ വർത്താനം പറഞ്ഞ് നിൽക്കുവാണ്. രസമുണ്ട്. നേരത്തെ എണീറ്റ് ഇപ്പോൾ ഭയങ്കര ഉറക്കും ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഓക്കെ ആയി. ഞാൻ എത്ര നാൾക്ക് ശേഷം മോളിൽ വരുന്ന അറിയാം. ഞാൻ ദുബായിൽ പോലും എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം. ലക്ഷ്മി വരുമ്പോൾ മാത്രം ദുബായ് മോളിൽ പോകും, അല്ലാതെ ദേറ സിറ്റി സെന്ററിലും പോകും. എന്നാലും ഇവിടെ വേറൊരു ഇതല്ലേ, എനിക്ക് കൊച്ചിയിലെ സെൻട്രൽ സ്ക്വയർ മോളിൽ പോയ പോലെയൊക്കെ ഫീൽ ചെയ്യാം. നൈസ്. ഇവിടെ കുറേ ഫുഡ് കോർട്ടും ഉണ്ട്. സോ ഉറക്ക് വരിക. ഞങ്ങളതിന്റെ സ്നോമാനിയുടെ ഉള്ളിൽ കയറി. നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നോക്ക്, അതിന്റെ ചുണ്ടൊന്നും അനങ്ങുന്നില്ല. ഭയങ്കര തണുപ്പാണ്. -10 ഡിഗ്രിയാണ്. എനിക്ക് വർത്താനം പറയാൻ പോലും പറ്റുന്നില്ല ആക്ച്വലി. ഇവിടുന്നാണ് എൻട്രൻസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിം ഇതാണ്. ഭയങ്കര ബ്യൂട്ടി എന്ന് വെച്ചാൽ വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. ഞാൻ അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര തണുപ്പ്. ഇത് നോക്കിയേ, കുറേ മഞ്ഞൊക്കെ ഞാൻ മൊത്തം വീട് മേക്കപ്പ് പോയി. പിന്നെ ഇവിടെ ഒരു ഫ്രെയിം ഉണ്ട്, നമുക്ക് ഇരുന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയത്. ഗായ്സ്, ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പക്ഷെ യൂട്യൂബ് കണ്ടിട്ട് എടുത്ത് സ്റ്റാർട്ട് ചെയ്തോണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ഒരു ഫ്രെയിം ഉണ്ട്. പിന്നെ ഇത് വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിമാണ് സ്നോമാനി. ഇവിടെ എവിടെ നിന്നാലും ഫോട്ടോസ് നല്ല എടുക്കാം. നല്ല ലൈറ്റാണ്. പിന്നെ ഇതിന്റെ മേലൊന്നും കയറിയല്ലേ,
ഞാൻ പറഞ്ഞില്ല, ഞാൻ UAE പോയപ്പോൾ സ്കീ ദുബായിൽ പോയപ്പോൾ അവിടെ ഇതേപോലെ തന്നെ ഒരു ഫ്രെയിമുണ്ട്, ഞാൻ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊരു ടയറിൽ ഷൂ എന്ന് പറഞ്ഞ ഷൂ, നമ്മൾ മണാലിയിൽ ചെയ്ത അതേ സംഭവം ഇതിൻ്റെ വിഷ്വൽ ഞാൻ റീലിൽ എടുത്തിട്ടുണ്ട്. ഞാനത് ആഡ് ചെയ്യാം. ഇതാ മിഥുൻ ചേട്ടനൊക്കെ തണുത്ത് വിറച്ച് ഇല്ലാണ്ടായിരിക്കാണ്. മിഥുൻ ചേട്ടൻ ഇവിടെ എൻട്രി ഫീസ് എത്രയാ? 550 ആണ് ഫോർ അഡൾട്ട്സ്. ഓക്കെ, ചിൽഡ്രന് വരുന്നത് 450. ഓക്കെ 550 ഫോർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 120 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹൈറ്റ് ഉള്ളവരാണ് അതില്? അല്ല, ചൈൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 120 സെന്റിമീറ്റർ. അതിനപ്പുറം വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡൾട്ടിന്റെ ചാർജ് ആണ്. ഓ, അപ്പൊ പ്രായമല്ല. അപ്പൊ ഹൈറ്റ് കുറഞ്ഞ അഡൾട്ട് ആണെങ്കിലോ? അത് നമ്മൾ നോർമലി 450 കൊടുക്കാൻ പറ്റുമോ? ആണോ? സോ ഹൈറ്റ് ഇല്ലാത്തവരുടെ ഒരു ഭാഗ്യം, ഗോൾഡൻ ചാൻസ്. ദെൻ ഇത് ബ്രിഡ്ജ് ഞാൻ എന്തിനാ അത്ര ഓടുന്നറിയോ? വയ്യ, അതുകൊണ്ടാണ്. സോ ഇതാണ് ബ്രിഡ്ജ്. സോ ഇതും ഫോട്ടോ ഫ്രെയിമിൽ ഭയങ്കര നല്ലതാണ്. ഇങ്ങനെ അനങ്ങുന്നൊക്കെ ഉണ്ട്. ദെൻ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞ് നടക്കണം. സോ ഇവിടെ കിഡ്സിന് വേണ്ടി മാത്രം ഒരു ഏരിയ ഉണ്ട്. ഞാൻ കയറിയിട്ടില്ല. ഇത് കിഡ്സിന് വേണ്ടി കളിക്കാൻ വേണ്ടി, കാരണം നമ്മൾ ഹൈറ്റ് കാരണമായിരിക്കാം, മേ ബി കിഡ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഇതുണ്ട്, ഏരിയ ഉണ്ട്. ഒരു കാര്യം അറിയോ, എൻ്റെ കാലിൻ്റെ അടി കംപ്ലീറ്റ് പോയി. ഞാൻ ഇരുന്ന് ഫോട്ടോ എടുത്തപ്പോൾ എൻ്റെ ബാക്ക് മൊത്തം പോയി, കാരണം അത്രയും മരവിച്ചേക്കുമാണ്. ആക്ച്വലി കംപ്ലീറ്റ് മരവിച്ച അവസ്ഥയിലാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ വിഷ്വലും ആഡ് ചെയ്യാം. ഞാൻ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ വിഷ്വൽ ആഡ് ചെയ്യാം. പിന്നെ അതുകൂടാതെ ഇവിടെ ഊഞ്ഞാലുണ്ട്. കുറേ ഫാമിലീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏറിപ്പോയാൽ നമുക്കൊരു 1 hour, അതിലേക്കാൾ അപ്പുറത്തേക്കൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഏറിപ്പോയ ഒരു 1 hour, അതിലേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അറിയില്ല. അത്രയും തണുപ്പാണ്. ഇപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അറിയാം മിഥുൻ ചേട്ടാ? ഇവിടെ നിൽക്കുമ്പോ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പൊ എന്താ, ഇവിടുന്ന് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ തോന്നുന്നത്? എനിക്കോ ഒരു നല്ല ചൂട് ചായ കുടിക്കാൻ. അല്ലേ, എന്റെ മനസ്സിലത് ഏറ്റവും വലിയ ആഗ്രഹം ചായ കുടിക്കണം. അതാണ് ഇപ്പൊ ഏറ്റവും ആഗ്രഹം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് മിഥുൻ ചേട്ടാ. കാരണം മിഥുൻ ചേട്ടൻ ഇത് സ്നോമാനിയുടെ വീഡിയോ ചെയ്യാൻ, മിഥുൻ ചേട്ടനാണ് ഇതിന്റെ മാർക്കറ്റിംഗ്. വീഡിയോ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ സ്കീ ദുബായിലും മാത്രമല്ല കയറിയിട്ട് കേരളത്തിലെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സൗത്ത് കേരളയിലെ ഫസ്റ്റ് സ്നോ ആണ്, അതായത് സ്നോ പാർക്ക്. ഫസ്റ്റ് സ്നോ പാർക്കാണ് സ്നോമാനിയ. സോ അടിപൊളിയാണ്. നമ്മൾ ഒരു തവണയെങ്കിലും ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അടിപൊളി. ഞാനിനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഗൗരീനെ, ഫേബീനെ, എൻ്റെ ഫാമിലീനെ എല്ലാവരും കൊണ്ട്, എൻജുവിനെ, സ്നേഹ എല്ലാവരും കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ ഞാനിവിടുന്ന് കുറേ വാച്ച് കളിക്കുന്നില്ല, കാരണം ഇനി പോയിട്ട് മഞ്ഞിൽ കുറച്ച് നേരം കളിക്കട്ടെ. ബൈ. എൻ്റെ കാല് കണ്ടില്ലേ, കാല പൊട്ടിപ്പിടിച്ച് അയ്യോ തണുത്ത് വിറച്ച് ഞങ്ങളിപ്പോൾ എല്ലാം ചേഞ്ച് ചെയ്ത്. മൂടൽ മഞ്ഞ് പോലെ ഉണ്ട് കേട്ടോ ഫ്രെയിമൊക്കെ, കാണാനില്ല. മൂടൽ മഞ്ഞ് വന്ന പോലെ ക്യാമറ മൊത്തം. കുളിക്കാൻ പോയതാണോ മിഥുൻ ചേട്ടാ? തല മൊത്തം കുളിച്ച പോലെ. അങ്ങനെ സ്നോമാനിയെന്ന് ഞാൻ ഇറങ്ങി. ഫേസ് ഒക്കെ കണ്ട ഭയങ്കര തണുപ്പടിച്ച് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ 1 time എങ്കിലും വരേണ്ടതാണ്. നമ്മളിനി നെക്സ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. സോ ഞങ്ങള് വന്നപ്പോ ഞങ്ങൾ പറഞ്ഞു, ഞാൻ വിചാരിച്ചു നമ്മള് മാത്രം ഉണ്ടാവും. ഓക്കെ, എത്ര പേര് വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുന്നു. ഓൾറെഡി കുറെ പേര് അകത്തുണ്ട്, വീണ്ടും കുറെ ആൾക്കാർ വരുന്നുണ്ട്. സോ ഇനി നെക്സ്റ്റ് ഒരു ചായ കുടിക്കാൻ പോവാം. ഷൂട്ടൊക്കെ കഴിഞ്ഞ് മിഥുൻ ചേട്ടൻ പോയി. ഞങ്ങളിപ്പോൾ റൂമിലേക്ക് പോവാണ്. ഞാൻ ഇനി റെസ്റ്റ് എടുത്ത് ഒന്ന് കിടന്ന് ഉറങ്ങി നേരെ ബാക്ക് ടു കൊച്ചി. ഇന്ന് ഈവനിങ് ആണ് എൻ്റെ അടുത്ത ട്രെയിൻ. സോ ഇതാണ് എൻ്റെ ഷൂട്ട് വിശേഷങ്ങൾ, സ്നോമാനിയയിലെ വിശേഷങ്ങൾ, എൻ്റെ ട്രിവാൻഡ്രം വിശേഷങ്ങൾ. സോ അടുത്ത വീഡിയോയുമായി കാണുമായിരിക്കും. ബൈ.